ഹായ് ഓൾ, ഏവർക്കും റൈറ്റേഴ്സ് IAS നയിക്കുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് SSC RRB എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യത്തക്ക വിധത്തിൽ മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 4 ആൻഡ് 8? താഴെ തന്നിരിക്കുന്നവയിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ ഏതൊക്കെയാണ് 4 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ലാസ്റ്റിലത്തെ 2 അക്കം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ലാസ്റ്റിലത്തെ 2 അക്കം 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 82 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. 42 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും ഇല്ല. 24 പറ്റും, 42 വീണ്ടും പറ്റില്ല. അപ്പം ആകെ ഒരു ഓപ്ഷനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 വെച്ചും 8 വെച്ചുമാണ്. അപ്പം 4 വെച്ച് 3 ഓപ്ഷൻ തന്നെ നമുക്കിവിടെ കട്ടായിട്ടുണ്ട്. ഒരു ഓപ്ഷനെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. ഇനി 8 വെച്ച് കട്ടാവുന്നതെന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 3 അക്കം ഇവിടെ ലാസ്റ്റ് 3 അക്കം ഏതാണ്? 824 ലാസ്റ്റ് 3 അക്കത്തിനെ പൂർണ്ണമായിട്ടും 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും ഇല്ലേ? അങ്ങനെ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ആ സംഖ്യയെ മൊത്തത്തിൽ നമുക്ക് 8 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പം നമുക്ക് 4 വെച്ചും 8 വെച്ചും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഒരു സംഖ്യയെ 4 വെച്ച് ഹരിക്കാൻ പറ്റുമോ എന്ന് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആ സംഖ്യയുടെ ലാസ്റ്റ് 2 അക്കം മാത്രം എടുത്ത് ലാസ്റ്റിലത്തെ 2 അക്കം മാത്രം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 4 വെച്ച് ഹരിക്കാൻ പറ്റും. ലാസ്റ്റിലത്തെ 3 അക്കത്തിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ 8 വെച്ച് ഹരിക്കാൻ പറ്റും കേട്ടോ. 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 3 അക്കത്തിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ദ നിയറസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ ദാറ്റ് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ? നമുക്ക് താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഭാഗത്ത് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബോട്ട്മാസ് റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ബോട്ട്മാസ് റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ബി ഫോർ ബ്രാക്കറ്റ്, ഒ ഫോർ ഓഫ്, ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ. സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, അതിനുശേഷം അഡീഷൻ ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ ചെയ്യാവുള്ളൂ. ഈ ബോട്ട്മാസ് എന്നുള്ള റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് 25.19 × 3 25.19 × 3 എത്ര വരും? 75.57 അല്ലേ? അതിൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? 4.41 ആഡ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 79.98 എന്ന് കിട്ടി. ദെൻ അതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യുക? 0.09 സബ്ട്രാക്ട് ചെയ്യുന്നു. സോ നമുക്ക് ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79.08. സോ നിയറസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഏകദേശ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79.08 നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 79 എന്ന് എഴുതാം. സോ ആൻസർ എന്തായിരിക്കും? 79 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √2 +√2 എക്സെട്ര പ്ലസ് ഇൻഫിനിറ്റി. ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു. ഇതൊരു സ്ഥിരം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് SSC RRB എക്സാമുകൾക്ക്. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് √a അങ്ങനെ ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ വരിക, ഈ എയെ നിങ്ങൾ 2 നമ്പേഴ്സിൻ്റെ ഗുണന ഫലമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എനെ 2 നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. 1 വരത്തക്ക രീതിയിൽ എ സ്പ്ലിറ്റ് ചെയ്യണം. ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ 2 ആണ് നമുക്ക് എയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത്. ഇപ്പോൾ 2വിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1 × 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 സംഖ്യകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം.
ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. വേറൊരു ഉദാഹരണം 12 ആയിരുന്നെങ്കിൽ 12നെ 4 × 3 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഈ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് 1 വരത്തക്ക രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് കൂട്ടത്തിൽ വലിയ സംഖ്യ നിങ്ങൾക്ക് പ്ലസ് ആണ്, ക്വസ്റ്റ്യനകത്ത് പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും ആൻസർ. ചെറിയ ഇപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ മൈനസ് ഇട്ട് പ്ലസിന് പകരം മൈനസ് ആയിരുന്നെങ്കിൽ ചെറിയ സംഖ്യ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ വലിയ 2നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 × 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. 1 × 2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് 1 വരണം, ഓർത്തിരിക്കുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സംഖ്യകളുടെ ഡിഫറൻസ് വ്യത്യാസം എന്ന് പറയുന്നത് 1 വരത്തക്ക രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യ 2 തന്നെയാണ്. സോ ആൻസർ പ്ലസ് ആയതുകൊണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ 2 ആണ് ആൻസർ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. The price of a bike was increased by 10% and then again by 8%. What will be the next percentage increase in the price of the bike? അതായത് ഒരു സാധനത്തിൻ്റെ പ്രൈസ് ആദ്യം 10% കൂട്ടി, പിന്നീട് 8% കൂട്ടി. അതേ സാധനത്തിൻ്റെ പ്രൈസ് പിന്നീട് 8% കൂട്ടി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ശതമാനം, മൊത്തത്തിൽ എത്ര ശതമാനം അതിൻ്റെ പ്രൈസിൻ്റെ ഇൻക്രീസ് ഉണ്ടായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു വസ്തുവിൻ്റെ വില ആദ്യം A% ഇൻക്രീസ് ചെയ്തു, A% ഇൻക്രീസ് ചെയ്തു, പിന്നീട് B% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് A + B + A × B/100 ആയിരിക്കും. രണ്ടും ഇൻക്രീസ് ആണെങ്കിൽ A + B + A × B/100 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം 10% കൂട്ടി, പിന്നീട് 8% കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 10 + 8 + 10 × 8/100 എന്ന് വരും അല്ലേ? സോ 18 + 0.8 എന്ന് വരും. ആൻസർ 18.8%. ടോട്ടൽ എത്ര ഇൻക്രീസ് ഉണ്ടായി? 18.8% ഇൻക്രീസ് ഉണ്ടായി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് sin² 22° plus sin² 68° and cos² 33° plus cos² 57°. sin² 22 plus sin² 68. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് ആംഗിൾ തരുന്നു. എയുടെയും ബിയുടെയും സം എന്ന് പറയുന്നത് 90° ആണെങ്കിൽ, എ ബി എന്ന് പറയുന്ന രണ്ട് ആംഗിളിന്റെ സം എത്രയാണ്? 90° ആണെങ്കിൽ sin² A plus sin² B എന്ന് പറയുന്നത് 1 ആയിരിക്കും. cos² A plus cos² B എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം എ ബി രണ്ട് ആംഗിളാണ്, ആ ആംഗിളിന്റെ സമ്മ് തുക എന്ന് പറയുന്നത് 90° ആയാൽ ഓർക്കുക sin² A plus sin² B എന്തായിരിക്കും? 1 ആയിരിക്കും. cos² A plus cos² B എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ആംഗിൾ എയുടെ സ്ഥാനത്ത് 22, ബിയുടെ സ്ഥാനത്ത് 68 ആദ്യത്തേനകത്ത് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സൈനിനകത്ത് തന്നിരിക്കുന്നത്. അപ്പം 68ഉം 22 ഈ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 90° ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് sin² 22 plus sin² 68ന്റെ വാല്യൂ എത്ര വരും? 1. അതുപോലെ തന്നെ നോക്കേ, കോസിനകത്ത് തന്നിരിക്കുന്ന ആംഗിൾ നോക്കേ, ഇവിടെ 33ഉം 57ഉം ആണ്. 33ഉം 57ഉം കൂടെ ചെയ്യുമ്പോഴും എത്രയാണ് വരുന്നത്? ആംഗിൾ എത്രയാണ്? സം എത്രയാണ്? 90° ആണ്. 90° ആണെങ്കിൽ cos² A plus cos² B യുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ രണ്ടിൻ്റെയും വാല്യൂ 1 ആയതുകൊണ്ട് നമ്മുടെ റേഷ്യോ എന്താ വരുന്നത്? 1:1 എന്നുള്ളതായിരിക്കും നമ്മുടെ റേഷ്യോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ബൈ വിച്ച് 8,954, 9,806 and 11,297 are divided, leaving the same remainder in each case. അതായത് 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ 3 സംഖ്യകളെ ഏത് വലിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എല്ലാവരുടെയും റിമൈൻഡർ സെയിം ആയിട്ട് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ സെയിം ആവണം
ഏത് ഏറ്റവും വലിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിമൈൻഡർ എല്ലാം 3 കേസ്, ഇപ്പൊ ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെയും എക്സ് എന്ന് പറയുന്ന സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെയും എക്സ് എന്ന് പറയുന്ന സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് ഏറ്റവും വലിയ സംഖ്യ എടുത്ത് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കേസിലും ഒരേ റിമൈൻഡർ, ഒരേ ശിഷ്ടം വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സംഖ്യകൾ 3 സംഖ്യകളുണ്ടല്ലോ, അവരുടെ ഡിഫറൻസ് എടുക്കണം. അതായത് ഞാനിപ്പോൾ ആദ്യത്തെ 2 സംഖ്യകളുടെ ഡിഫറൻസ് എടുക്കുന്നു. ഇപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 852 എന്ന് വരും. അടുത്ത 2 സംഖ്യകളുടെ ഡിഫറൻസ് എടുക്കുന്നു. ആ ഡിഫറൻസ് എടുക്കുമ്പോൾ 1491 വരും. ദെൻ ആദ്യത്തേൻ്റെയും അവസാനത്തേൻ്റെയും അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. ആദ്യത്തേൻ്റെ അവസാനത്തേൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. 2343 എന്ന് വരും. ഇനി ഈ ഡിഫറൻസ് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് ഏറ്റവും ചെറിയ, ഈ ഡിഫറൻസ് കിട്ടിയതിൻ്റെ ചെറിയ ഡിഫറൻസ് നോക്കണം. അതായത് ഈ 3 സംഖ്യകൾ കിട്ടിയല്ലോ, ഈ 3 സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ചെറുതാർക്കാ വരുന്നതെന്ന് നോക്കണം. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ഞാൻ നോക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 852 1491 അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ചെറിയ സംഖ്യ, കൂട്ടത്തിൽ ചെറിയ സംഖ്യ വരുന്നത് അതാണ് 639 വരും. അപ്പോൾ നമുക്ക് ഈ സെയിം റിമൈൻഡർ വരുന്ന കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഈ സംഖ്യ ആയിരിക്കും, ഒന്നെങ്കിൽ ഈ സംഖ്യ വെച്ചായിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും സെയിം റിമൈൻഡർ വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഈ സംഖ്യയുടെ ഫാക്ടേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സെയിം റിമൈൻഡർ വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് 639 ഓപ്ഷനിലില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഏതെങ്കിലും സംഖ്യ കിടപ്പുണ്ടോ എന്ന് നോക്കാം. 639 ഫാക്ടറായിട്ട് ആര് വരുന്നുണ്ട്? 213 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും വരുന്നത്? 213 ആയിരിക്കും. ഒന്നുകിൽ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ ചെറിയ ഡിഫറൻസ്, കൂട്ടത്തിൽ ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും നമ്മുടെ HCF ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 angles are complementary. The larger angle is 6 degrees less than the 3 times the measure of the smaller angle. So what is the measure of the larger angle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 angles are complementary. 2 angles complementary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയും സപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംഗിൾസിന്റെ സം സപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോംപ്ലിമെന്ററി ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജർ ആംഗിൾ ഈസ് 6 ഡിഗ്രി ലെസ് ദാൻ ദ 3 ടൈംസ് ഓഫ് ദ മെഷർ ഓഫ് ദ സ്മോളർ ആംഗിൾ. സ്മോളർ ആംഗിളിന്റെ 3 മടങ്ങ്, അതിനേക്കാൾ 6 ഡിഗ്രി കുറവാണ് ആര്? ലാർജർ ആംഗിൾ. 6 ഡിഗ്രി കുറവാണ് ലാർജർ ആംഗിൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ വഴി പോവുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ലാർജർ ആംഗിൾ? ലാർജർ ആംഗിളിന്റെ മെഷർ എന്താണ്? അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് നമുക്ക് ലാർജർ ആംഗിളാണ്. അപ്പോൾ ഞാനിപ്പോൾ ലാർജർ ആംഗിൾ 66 എടുക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ എടുക്കുന്നു. 66 എടുക്കുവാണെങ്കിൽ സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരണം? ഈ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പം സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 - 66 ആയിരിക്കും ഇല്ലേ? അപ്പം നമുക്ക് എത്ര വരണം? 24 ഡിഗ്രി വരണം. 24 ഡിഗ്രി വരണം. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ, അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് സ്മോളർ ആംഗിളിന്റെ 3 മടങ്ങ് എടുക്കണം. സ്മോളർ ആംഗിളിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 × 24 72 ഡിഗ്രി. എന്നിട്ട് ലാർജർ ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ലാർജർ ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 6 ഡിഗ്രി വരുന്നുണ്ടോ? യെസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്യുന്ന തന്നെ ആൻസർ കിട്ടി. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇക്വേഷൻ വഴി സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇച്ചിരി കൂടെ സമയം എടുക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് x + 1/x = 3 then find the value of x raised to 6 + 1/6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x + 1/6ന്റെ വാല്യൂ 3 ആണെങ്കിൽ x raised to 6 + 1/x raised to 6 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x + 1/x നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x² + 1/x² എങ്ങനെ കാണാം?
എക്സ് പ്ലസ് 1/xൽ നിന്ന് 1/xന്റെ ഹോൾ സ്ക്വയറിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 2 കുറച്ചാൽ മതി അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ -2 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പം എക്സ് പ്ലസ് 1/x ഉണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² കാണുന്നത് എങ്ങനെയാ? എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയറിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? 2 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 3 ആണ്. 3ന്റെ സ്ക്വയർ ബൈ 2 അപ്പം 9 - 2 7 എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² അല്ല. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? x⁻6 പ്ലസ് 1/x⁻6 ആണ്. അപ്പം ഇനി നിങ്ങൾക്ക് എ പ്ലസ് 1/a തന്നിട്ടുണ്ട്. എ പ്ലസ് 1/a നിങ്ങൾ വിചാരിക്കുക k ആണെങ്കിൽ a³ പ്ലസ് 1/a³, a³ പ്ലസ് 1/a³ എന്ന് പറയുന്നത് k³ മൈനസ് 3k ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കുക. k³ മൈനസ് 3k ആയിരിക്കും കേട്ടോ. എ പ്ലസ് 1/a എന്ന് പറയുന്നത് k ആണെങ്കിൽ a³ പ്ലസ് 1/a³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? k³ മൈനസ് 3k ആയിരിക്കും. സോ x⁻6 പ്ലസ് 1/x⁻6ന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനെ ഞാൻ ഈ x⁻6നെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാണ്. x⁻6നെ എനിക്ക് x² ദ ഹോൾ ക്യൂബ് പ്ലസ് 1/x² ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം അല്ലേ? x² ദ ഹോൾ ക്യൂബ് പ്ലസ് 1/x² ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാലോ. നമുക്ക് x² പ്ലസ് 1/x²ന്റെ വാല്യൂ ഉണ്ടല്ലോ 7 എന്നുണ്ട്. അത് ഞാൻ ഇതാണ്ട് ഈ ഒരു ഐഡന്റിറ്റിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കെയുടെ സ്ഥാനത്ത് നമുക്ക് 7 കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ആൻസർ എന്താ വരുന്നത്? 7³ മൈനസ് 3 × 7 വരും അല്ലേ? 7³ എത്രയാണ്? 343 മൈനസ് 21 എന്ന് വരും. സോ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 322. ഓപ്ഷൻ ഡി 322 ആയിരിക്കും ആൻസർ. ഒന്ന് നോട്ട് ചെയ്തേക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 trains of equal length are running on parallel lines in the same direction at a speed of 46 km/h and 36 km/h. The faster train crosses the slower train in 36 seconds. The relative speed of these 2 trains in meter/second. അപ്പോൾ 2 ട്രെയിൻ ഓഫ് ഈക്വൽ ലെങ്ത്, 2 ട്രെയിനിന്റെ നീളം ഒരേ നീളമാണ്. ഒരേ നീളത്തിലുള്ള 2 ട്രെയിൻ പാരലൽ ലൈൻസിലൂടെ പാരലായിട്ട് പോവുകയാണ്, ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്. ഇൻ ദ സെയിം ഡയറക്ഷൻ. 2 ട്രെയിനും സെയിം ഡയറക്ഷനിൽ പോവുകയാണ്. ഒരു ട്രെയിൻ പോകുന്ന സ്പീഡ് എത്രയാണ്? 36 km/h. അടുത്ത ട്രെയിൻ പോകുന്ന സ്പീഡ് 46 km/h പോകുന്നത്. ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ചോദിച്ചിരിക്കുന്നത് ഈ ഫാസ്റ്റർ ട്രെയിൻ എപ്പോഴാണ്? വേറെ കാര്യം, സോറി, ഈ ഫാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫാസ്റ്റർ ട്രെയിൻ സ്ലോവർ ട്രെയിനെ 36 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യുന്നു. എത്ര സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യുന്നു? 36 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് സ്പീഡ് ഓഫ് ദ 2 ട്രെയിൻ ഇൻ meter/second. 2 ട്രെയിനിന്റെയും റിലേറ്റീവ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡല്ലേ ഓൾറെഡി തന്നിരിക്കുന്നത്. ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡും തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡും തന്നിട്ടുണ്ട്. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡാണ് തന്നിരിക്കുന്നത്, നീളമല്ല. ഇത് തെറ്റിക്കല്ല്. നിങ്ങൾക്ക് സ്പീഡാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത്, നീളമല്ല. അപ്പം സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? a-b ആയിരിക്കും. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ a-bയും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? a+b ആയിരിക്കും റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയുടെ ഡിഫറൻസ് ആയിരിക്കും. 46ന്റെയും 36ന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 km/h എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആൻസർ meter/second എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ meter/second മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 25/9 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 25/9 meter/second ആയിരിക്കും ആൻസർ. അപ്പം ഇവിടെ ഇതിന് പകരം ലെങ്ത് തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ലെങ്ത് തരുമ്പോഴാണ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നത്? ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ലെങ്ത് അല്ല തന്നിരിക്കുന്നത്, ഇവിടെ സ്പീഡാണ് തന്നിരിക്കുന്നത്. സ്പീഡ് തന്നിരുന്നാൽ സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കാണാനായിട്ട് ഡിഫറൻസ് എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കാണാനായിട്ട് ആഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ,
Find the third proportional of a plus b and a plus b the whole square. a plus b യുടെ a plus b the whole squareന്റെ തേർഡ് പ്രൊപ്പോർഷനിൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തേർഡ് പ്രൊപ്പോർഷൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ തേർഡ് പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? വൈ സ്ക്വയർ ബൈ എക്സ് ആണ്. തേർഡ് പ്രൊപ്പോർഷൻ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ എക്സ് ആയിരിക്കും. സോ വൈയുടെ വാല്യൂ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അതിന്റെ സ്ക്വയർ എടുക്കണം ബൈ എക്സിന്റെ വാല്യൂ എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ പോകുന്ന സമയത്തേക്ക് നമുക്ക് എത്ര വരും? ആൻസർ എത്ര വരും? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഹോൾ റൈസ് ടു 4 എ പ്ലസ് ബിയുടെ കട്ടാകുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു ക്യൂബ്. ആൻസർ ഓപ്ഷൻ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.